എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡിയ ഷെയർസിനെ കുറിച്ചാണ്. വോഡാഫോൺ ഐഡിയ ഷെയർ നമ്മൾ ഫണ്ടമെൻ്റലി ഒരിക്കലും നോക്കുന്നില്ല. കാരണം നമുക്കറിയാം ഫണ്ടമെൻ്റലി നോക്കിയാൽ ഈ ഷെയറിൽ ഒരു കാര്യമില്ല. കാരണം നഷ്ടത്തിലോടുന്ന കമ്പനിയാണ്. ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ മുഴുവൻ നെഗറ്റീവാണ്. ROE ROC ഒക്കെ നെഗറ്റീവാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഫണ്ടമെൻ്റൽ. എന്നാലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 85,433. ROE മൈനസാണ്. ROC ഇതിൽ കാണിക്കുന്നില്ല. ബുക്ക് വാല്യൂ മൈനസാണ്. സ്റ്റോക്ക് ബി വരുന്നില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ നമ്മൾ നോക്കിയിട്ട് ലോങ് ടേം വ്യൂയിലേക്ക് ഇത് അത്ര നല്ലൊരു ഷെയർ അല്ല. പക്ഷേ ഒരു ടെക്നിക്കൽ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കലി അപ്സൈഡിലേക്ക് വന്ന ചില മൊമെൻറ്റം കാണിക്കാനുള്ള ചില ക്രൈറ്റീരിയ ഈ സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഹൈ റിസ്കി ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഫണ്ടമെൻ്റൽ അത്ര എവിടേക്ക് പോകും എവിടേക്ക് വരും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഹൈ റിസ്കി കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുന്നത് വോഡാഫോൺ ഐഡിയയുടെ ഒരു ഇൻട്രാഡേ ചാർട്ടാണ്. നമുക്ക് വ്യക്തമായിട്ട് കാണുക ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 1850 ഇതാണ് 2 പ്രാവശ്യം വന്ന റെസിസ്റ്റൻസ് പോയിന്റ് ആണിത്. 1850 ഈ റേഞ്ച്. ഈ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെയാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരാം. 15 രൂപയിലാണ് നമ്മൾ ഇവിടെ നല്ല സപ്പോർട്ട് പോയിന്റ് വരുന്നത്. ഇവിടെയാണ് അതൊരു 15 ലെവലാണ് കാണുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും അത് താഴേക്ക് പോകും. അപ്പോൾ ആ ലെവല് നമ്മൾ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ ലെവല് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. 1850 അതിന് മുകളിൽ ക്ലോസിങ് നടന്നാൽ മാത്രമേ ഇതിലൊരു ബൈ എൻട്രി ഉള്ളൂ. ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇൻട്രാഡേ ചാർട്ടിൽ ഈ ലെവലിൽ ഈ കയറ്റത്തിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചിട്ട് കയറി അത് കാരണം ഒരു നമുക്ക് പറയാമല്ലോ ഒരു ബോക്സ് ടൈപ്പിൽ ഇവിടെയാണ് ഒരു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം അത്യാവശ്യം വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വലിയ ക്യാൻഡിലിൽ നല്ല വോളിയം ഉണ്ട്. ഈ ലാസ്റ്റ് ക്യാൻഡിൽ വന്നപ്പോഴും നല്ലൊരു വോളിയം ഉണ്ട്. അപ്പോൾ വോളിയത്തോടുകൂടി കയറി നിൽക്കുമ്പോൾ ആ കയറ്റത്തിൽ ഒരു സസ്റ്റൈൻ ആയിട്ടുള്ളൊരു കയറ്റമാണ്. നമുക്കിതിനെ ഇനി ഒരു വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ എങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ. വീക്കിലി ചാർട്ട് വ്യൂവിൽ വന്നപ്പോൾ നമ്മൾ ആ വരച്ച പോയിന്റുകളൊക്കെ അവിടെ കിടന്നോട്ട് നമുക്കത് മാറ്റാൻ്റെ കാര്യമില്ല. പക്ഷെ വീക്കിലി ക്യാൻഡിൽ നമ്മളിപ്പോൾ ഇവിടെ 2 പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തു. ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് കയറി ചെറിയൊരു പുൾ ബാക്ക് വന്നു. ഇവിടെ ഇത് ടച്ചായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ലൈൻ നമുക്ക് ഒന്ന് നീട്ടി ഒന്ന് വരച്ചാൽ അതിന് മുമ്പ് ചാർട്ട് നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. അതായത് ചാർട്ടിൽ ഇപ്പോൾ നമുക്ക് കാണാനായിരിക്കുന്നത് ഏകദേശം 1 വർഷത്തെ ചാർട്ട് വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ചാർട്ട് വ്യൂ നമുക്കൊന്ന് കുറച്ചുകൂടി ടൈം പീരീഡിൽ കാണാനായിട്ട് ചാർട്ട് ഒന്ന് ചെറുതാക്കുന്നു. ഓക്കെ ചാർട്ട് അപ്പോൾ ഒന്ന് നമ്മൾ ചെറുതാക്കി എന്നിട്ട് ഈ ലൈൻ നമ്മൾ മുകളിൽ വരച്ച 1850 ലൈൻ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് നീട്ടി വരച്ചു നമ്മൾ. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു ഇത്. ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് സോണാണ്. ആ സോണിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് മാർക്കറ്റ്. അപ്പോൾ കയറാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ 1850 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു അപ്സൈഡിലേക്ക് അപ്പോൾ ഈ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് സോണിലേക്കാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്ന ഇപ്പോൾ ഏരിയ ഒരു നമുക്കിവിടെ ചാർട്ട് നോക്കിയാലാണ് ഒരു റെസിസ്റ്റൻസ് സോൺ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം ഒരു 2140 വരെ ഇത് കയറി കഴിഞ്ഞാൽ ഏകദേശം ഇവിടം വരെ നമുക്കൊരു ടാർഗറ്റ് പ്രതീക്ഷിക്കാം. കാരണം എന്ത് പറഞ്ഞാൽ 2140 എന്ന് പറയുന്നത് അവിടെയും ഒരു റെസിസ്റ്റൻസ് സോണാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു റെസിസ്റ്റൻസ് സോൺ. ഇത് നമുക്കൊന്ന് നീട്ടി വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കയറി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഇവിടെയാണത് 2140. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ 2140 വരെ കിട്ടും. ഇവിടെ ഇതുപോലത്തെ ഒരു പോയിന്റ്സ് ഇവിടെ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ റേഞ്ച് അല്ലേ, അവിടെ ചിലപ്പോൾ ഇവിടെ നിന്നുകൂടാന്നില്ല, ഇവിടെ വരെ ചിലപ്പോൾ നിൽക്കാം. അതൊക്കെ പ്രോബബിലിറ്റി ആണിത്. നമുക്ക് ഉറപ്പൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവിടെ നിന്ന് ഓടി അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരു കയറ്റം സംഭവ്യമല്ല. അപ്പോൾ ഇവിടെ വരെ വരുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കയറ്റി വയ്ക്കുകയോ ചെയ്യാം. അത് നമ്മളുടെ എല്ലാവരും അഭികാമം. അതുകൂടാതെ പിന്നെ നമുക്ക് കയറാൻ പറ്റിയ പോയിന്റ് 2340 കടക്കണം.
പിന്നുള്ള പോയിന്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ റേഞ്ച് ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് വേണ്ടില്ല, ഈ റേഞ്ച് ഇത് നമുക്കൊന്ന് നീട്ടി വരയ്ക്കാം, ഈ റേഞ്ച്. അപ്പോൾ ഈ പിന്നെ ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റേഞ്ചാണ്, ഈ റേഞ്ചും കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് അപ്സൈഡിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് മേജർ റെസിസ്റ്റൻസുകൾ കടന്ന് കിട്ടിയാൽ ഇതൊരു നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിലുണ്ടാകും. അപ്പോൾ ഈ 21.40 എന്ന റേഞ്ചും ഇവിടെ 21.40 ഇത് നമ്മൾ അതിന് മുകളിലുള്ള റേഞ്ച് 23.80. ഇത് 23.80, ഇത് 21.40. ഈ രണ്ട് മേജർ റെസിസ്റ്റൻസുകൾ കടന്നു കിട്ടിയാൽ പിന്നെ അത് മുകളിൽ പിന്നെ ഒരു തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ ഒക്കെ നന്നായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ അപ്സൈഡ് പോകും. അപ്പോൾ ഈ രണ്ട് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുക, ആ പോയിന്റ്സ് നമ്മൾ കുറിച്ച് വയ്ക്കുകയോ ഓർമ്മയിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ റേഞ്ച് 18.50 കടക്കുക എന്നുള്ളതാണ് അടുത്തൊരു കടമ്പ. അത് കടന്നു കിട്ടിയാൽ 21.40 നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ അതിലുണ്ട്. കൃത്യമായ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ പാലിക്കണം. 15 രൂപയ്ക്ക് ഇത് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് പാലിക്കണം. അപ്പോൾ ഇത്രയും വ്യൂ ആണ് നമ്മൾ ഐഡിയ ഷെയർസിൽ നമുക്ക് ചാർട്ട് വെച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്ന വസ്തുതകൾ. നമുക്ക് ഈ ചാർട്ടിനെ മന്ത്ലിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഇതാണ് ഒരു മന്ത്ലി ചാർട്ട്. കണ്ട മന്ത്ലി ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഇത് ഒരു റെസിസ്റ്റൻസ് സോൺ, അതായത് ഇവിടെ കുറച്ച് നാൾ ട്രേഡ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ താഴ്ന്നു വന്നത്. അപ്പോൾ ഈ സോൺ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുകളിൽ അങ്ങനെ റെസിസ്റ്റൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പറക്കലിന് വകുപ്പുണ്ട്. അതൊക്കെ ഉറപ്പൊന്നുമില്ല, ഒരു ചാൻസാണ് കാണുന്നത് ആസ് പെർ ദ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. ഫണ്ടമെൻ്റൽ നമ്മൾ നോക്കിയാൽ അത്ര നല്ല ഡീറ്റെയിൽ ഒന്നല്ല ഫണ്ടമെൻ്റൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു വാച്ച് ലിസ്റ്റിലിടുക. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇത് നിങ്ങൾക്ക് ഒരു സെല്ല് റെക്കമെൻഡേഷൻ അല്ല. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് കാണുന്നു കഴിഞ്ഞാൽ അപ്സൈഡിലേക്കുള്ള ചാൻസ് കാണുന്നു, അതുപോലെ ഇവിടെ റെസിസ്റ്റൻസ് ഇത്രയും കാര്യങ്ങൾ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ കാണാം. അല്ലാണ്ട് ഇതൊരു ബൈ സെല്ല് റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും കാണരുത്. എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ടോ ബ്രോക്കറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലൊരു ബൈ ഓർഡർ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ, ചാർട്ടിൽ കണ്ട വസ്തുതകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.